എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതെല്ലാം ബിസി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പോൾ താരതമ്യേന വർക്കുകൾ കുറവുള്ള ആൾക്കാർ, പിന്നെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുമാണ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മ ഷോയുടെ ഭാഗമായിട്ട് സ്റ്റേജിന്റെ പുറകിൽ വർക്ക് ചെയ്യാൻ അവസരം കിട്ടി. അപ്പോൾ എൻ്റെ ലൈഫിൽ സ്റ്റേജിന്റെ പുറകിൽ നിന്ന് വർക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിലും അവസരം കിട്ടിയിട്ടില്ല അങ്ങനെ. അപ്പൊ അതെനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്, കാരണം ഞാൻ അതിൽ ഓവറായിട്ട് വർക്ക് ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഒരുപാട് സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവിടെയുള്ള എല്ലാ മെമ്പേഴ്സുമായിട്ടൊരു കോണ്ടാക്ട് എനിക്ക് ഉണ്ടാവുന്നത്. അല്ലാതെ ഇത്രയും പേരുടെ കൂടെ അഭിനയിച്ചിട്ടോ അവരുടെ കൂടെ ഷോ ചെയ്തിട്ടോ അല്ല. ബാക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ കോർഡിനേഷൻ ഉണ്ടായിട്ടുണ്ട്. അവരുടെ റിഹേഴ്സൽസ് എല്ലാം കോർഡിനേറ്റ് ചെയ്തത്. അൻസിബയുടെ ഒരു ഇന്റർവ്യൂ ദി ക്യൂ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. എല്ലാവരും പോയി കാണാം. 1 മണിക്കൂറിൽ മേലെ ദൈർഘ്യമുള്ളൊരു ഇന്റർവ്യൂ ആണ്. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൻസിബ എന്ന് പറയുന്ന ആ ഒരു യുവതി അവൾ സാധാരണക്കാരിയല്ല. അതായത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവളെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഏറ്റെടുക്കണം. അത്രമാത്രം കഴിവുള്ള ഒരു വ്യക്തിയാണ് ഈ അൻസിബ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവിടെയുള്ള വാപോയ കോടാലിമാരെ പോലെയൊന്നും അല്ല അൻസിബ. കൃത്യമായിട്ട് നിലപാടുകൾ, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, 10 പൈസ മറ്റുള്ളവൻ്റെത് എനിക്ക് വേണ്ട എന്നുള്ള തീരുമാനങ്ങൾ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും അമ്മ എന്ന് പറയുന്ന സംഘടനയെ നശിപ്പിക്കാൻ ഞാൻ കൂട്ടുനിൽക്കത്തില്ല. ഒരിക്കലും ഈ ഒരു സംഘടന നശിക്കരുത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഇതാണ് അൻസിബ എന്ന് പറയുന്ന യുവതി. ഏതായാലും അൻസിബയെ പറ്റി പറയുമ്പോൾ സത്യം പറയാലോ, ഇത്രമാത്രം നിലപാടുള്ള ഒരു വ്യക്തിയെ ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാനൊക്കെ ഈ ബിഗ് ബോസിലൊക്കെ വന്നപ്പോൾ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും കട്ടിലമ്മ എന്ന് വരെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ കട്ടിലമ്മ മാത്രമല്ല, അതായത് 10 തലയുള്ള രാവണനാണ്. അതാ എനിക്ക് പറയാനുള്ളത്. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ലക്ഷ്മി പ്രിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയയും കുശുമ്പും വരാനുള്ള കാരണം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ സ്വീകാര്യത തന്നെയാണ്. മോഹൻലാലും മമ്മൂട്ടിയും വരെ എന്ന് പറഞ്ഞാൽ അൻസിബയുടെ മുന്നിൽ, അതായത് എന്തെങ്കിലും ഒരു പരിപാടി, എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അൻസിബയാണ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മോഹൻലാലും മമ്മൂട്ടിയും വരെ അൻസിബയുടെ മുന്നിൽ അവിടെ ഒരു എന്താ പറയണ്ടേ, ഒരു അൻസിബയാണ് അവിടെ വലുത്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ചേർന്ന് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ലക്ഷ്മി അമ്മയ്ക്ക്, അതായത് ലക്ഷ്മി പ്രിയയ്ക്ക് ഇതൊന്നും പിടിക്കുന്നില്ല. ഇവളെന്തിനാണ് ഇങ്ങനെ കയറി വരുന്നത്? ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങളാണ് പിന്നീട് അവിടെ വന്നത്. ലക്ഷ്മി പ്രിയ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ നമുക്കെല്ലാവർക്കും അറിയാം. സിനിമാ പാരമ്പര്യമോ അല്ലെങ്കിൽ വലിയ നടിയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഏതോ ഒരു 3-4 സിനിമയിൽ മുഖം കാണിച്ചു. പിന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ വന്നിട്ട് നാട്ടുകാരെ മുഴുവൻ വെറുപ്പിച്ചു. അതുപോലെ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് KSF പോലെയുള്ള ചിട്ടികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറ്റിയിട്ട് നിർമ്മാതാവ് എന്ന് പറയുന്ന ഒരുത്തൻ പറയുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യമുണ്ട്. പക്ഷെ അൻസിബയോ ഈ കാര്യങ്ങളൊന്നുമില്ല. അതുമാത്രവുമല്ല, അൻസിബ ഈ ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു മുസ്ലിമാണ് എന്ന് വിചാരിച്ചിട്ട് മതം അങ്ങനെ പിന്തുടർന്ന് ഞാൻ അങ്ങനെ പോകാറൊന്നുമില്ല. അതായത് എന്നിട്ടും എന്നെ ജിഹാദി എന്ന് വിളിക്കണമെങ്കിൽ അവിടെയുള്ള പലരും പറഞ്ഞു, തമാശയല്ലേ മോളെ, ഒരിക്കലും തമാശയല്ല. അൻസിബ കൃത്യമായിട്ട് പറയുന്നു, അവൾ മുസ്ലിം ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വിളിച്ചത്. അതുമാത്രവുമല്ല, ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു അമ്പലത്തിൽ നിന്നും ഒരു വലിയൊരു തുക ഡൊണേഷൻ തരാമെന്ന് പറയുന്നു. പക്ഷെ അൻസിബ മാത്രമാണ് അത് എതിർത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ അൻസിബക്ക് മനസ്സിലായി ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന്. അതായത് ഒരു തരത്തിലെന്ന് പറഞ്ഞാൽ അവിടെയുള്ള പല താരങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേലേക്കൊരു നോട്ടമുണ്ട്. ഏലിൽ നിന്നും ഞാൻ പറയുന്നില്ല, ലക്ഷ്മി പ്രിയ അടക്കം എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയാകാൻ പോയ ആ ഒരു സ്ഥലത്തേക്ക്. അപ്പൊ അവർക്ക് അവരുടെ ഒരു ലക്ഷ്യം ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സംഘടന കീഴടക്കുക, ഈ സംഘടനയെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളത് തന്നെയാകാം. നമ്മൾ ഒരാളോട് പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളോടൊന്നും പറയാൻ കഴിയില്ല. അതുമാത്രമല്ല, ഈ അമ്പലത്തിലെ പൈസ എങ്ങനെയാണ് സിനിമാക്കാർ വാങ്ങിക്കുക? അമ്പലത്തിൽ ഭക്തർ കൊടുത്ത പൈസയല്ലേ, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടല്ലേ ഇത് ചെലവാക്കേണ്ടത്. പക്ഷെ എങ്ങനെയാണ് ഇത് സിനിമാക്കാർ വേണിച്ച് പുട്ടടിക്കുക? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത് തന്നെയാണ് അൻസിബയും ചോദിച്ചത്. അതായത് ആ ഒരു പൈസ എന്ന് പറഞ്ഞാൽ ഭക്തർക്കുള്ളതാണ്, അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമാക്കാർക്കല്ല. സിനിമാക്കാർക്കാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ദുരുദ്ദേശം ഉണ്ടാകും. ആ ദുരുദ്ദേശത്തെയാണ് അൻസിബ എന്ന് പറയുന്ന യുവതി കൃത്യമായിട്ട് ചോദ്യം ചെയ്തത്. അതുപോലെ തന്നെ അൻസിബയുടെ പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരോടുള്ള പെരുമാറ്റങ്ങൾ, ഏത് പാതിരാത്രിക്കും ആർക്ക് വേണമെങ്കിലും അൻസിബയോട് സംസാരിക്കാം. അങ്ങനെയുള്ള, അതായത് കൃത്യമായിട്ട് അമ്മയിൽ പ്രവർത്തിക്കുന്ന, അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഇവിടെയും പോയിട്ട് തിരുവാതിര കളിച്ചിട്ട് വന്നവരല്ല.
കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലപാടുള്ള, അതുപോലെ പ്രവർത്തിക്കും എന്ന് പറയുന്ന, തൻ്റെ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്ന ഒരു യുവതിയാണ് കൃത്യമായിട്ടും അൻസിബ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അൻസിബയ്ക്ക് ഏതോ ഒരു മെസ്സേജ് വരുന്നത്. ആ ഒരു മെസ്സേജാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നത്. ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച കഥകളും പറയുന്നുണ്ട്. അവിടെ പരാതിക്കാരിയും അതുപോലെ തന്നെ അവരുടെ ഭർത്താവും കൂടിയിട്ട് പിന്നെ പോലീസ് ഓഫീസറുടെ മുന്നിൽ വെച്ചിട്ട് ഇവരെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തു. അന്ന് ഇവർക്കൊന്നും അറിയില്ലായിരുന്നു, സത്യം പറഞ്ഞ ഇവർക്ക് ഭയമായിരുന്നു. പിന്നീട് ഇവരുടെ വാ അടപ്പിക്കാൻ വേണ്ടിയിട്ട് 20 കോടി 10 കോടി മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്തൊക്കെ പുകിലുകളാണ് ഈ സ്ത്രീ ഇവിടെ വെച്ച് ഉണ്ടാക്കിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും ഒരു സിനിമയിലും മര്യാദയ്ക്കുള്ള ഒരു കഥാപാത്രമില്ല. ആകെ അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വിടുവായുത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം. അല്ലാതെ എന്ത് അഭിനയമാണ് ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഈ സഹോദരിക്കുള്ളത്? നിങ്ങളൊന്ന് പറയണം. അവർ പറയുന്നുണ്ടല്ലോ, ഞാൻ വലിയ പുസ്തക രാജാവാണ്, അല്ലെങ്കിൽ ഞാൻ പുസ്തകം വായിച്ച് സത്യനന്ദികൾ വിളിക്കും. എന്തിനാ ഇങ്ങനെ ഉഡായിപ്പുകൾ പറയുന്നു? ഒരു സത്യനന്ദിക്കാടും ഇവരൊന്നും ഫോൺ എടുക്കത്തില്ല. അത് ഞാൻ ഉറപ്പ് പറയുന്നതാണ്. ഏത് അങ്കിളിനെ വിളിച്ചു എന്നാ പറയുന്നത്? അതായത് സ്വയം ഇങ്ങനെ പൊക്കി പറയാ, ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് ഇപ്പൊ എല്ലാവരും എടുത്തിട്ടങ്ങ് വെളിയിലങ്ങ് കളഞ്ഞു. ആർക്കും വേണ്ട. ഇനിയിപ്പോ ലാലേട്ടൻ വന്ന് വിളിച്ചാൽ ഞാൻ വരാന്ന് പറയുന്നുണ്ട് പോലും. ലാലേട്ടൻ എവിടെ വിളിക്കാൻ? ഒരിക്കലും വിളിക്കാൻ പോകുന്നില്ല. അപ്പൊ അൻസിബ എന്ന് പറയുന്ന ഈ സ്ത്രീയോട്, ഈ സ്ത്രീക്കെതിരായിട്ട് അവിടെയുള്ള എല്ലാവരെയും അതുപോലെ ആക്കി. അതായത് അൻസിബയാണ് ഇവിടുത്തെ പ്രശ്നം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബക്ക് നല്ല പിടിപാടാണ്. അൻസിബ എല്ലാവരുടെ കാര്യത്തിലും ഇടപെടും. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വർത്താനം പറയലോ ഇല്ലെങ്കിൽ ഈ ലക്ഷ്മിപ്രിയ കാണിക്കുന്നത് പോലെ പ്രഹസനവും അല്ല. കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ട് മോളെ മരുന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരുന്ന് അവിടെ എത്തിച്ചു കൊടുക്കുന്ന ഒരു ചുമതല വരെ എന്ന് പറഞ്ഞാൽ അൻസിബ വഹിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മ സംഘടനയിൽ പ്രവർത്തിക്കുന്ന അൻസിബയ്ക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ശത്രുക്കൾ ഉണ്ടാകും. അങ്ങനെ അൻസിബയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ എല്ലാവരും കൂടിയിട്ട് ഒരു ടീമായിട്ട് വന്നു. പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചുണക്കുട്ടന്മാരുണ്ടായിരുന്നു. അവർ പറഞ്ഞ അൻസിബക്ക് പറയാനുള്ളത് പറയട്ടെ. അൻസിബ 20 മിനിറ്റ് സംസാരിച്ചത്, ആ 20 മിനിറ്റ് കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പല ആൾക്കാരും പിന്നീട് ഓടി ഒളിക്കേണ്ടി വന്നു. ഇപ്പോഴും പറയുന്നുണ്ട്, ഇപ്പോഴും ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മല്ലിക സുകുമാരനൊക്കെ ഇടയ്ക്ക് അൻസിബേന്റെ ഭാഗത്തായിരുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറുകണ്ഠം ചാടിയിട്ടുണ്ട്. അതെന്താണെന്ന് ആർക്കും അറിയില്ല. അതാണ് ഇനിയിപ്പോഴും കണ്ടുപിടിക്കേണ്ടത്. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെടല് ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശ്വേതാ മേനോനെ വരെ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. അതായത് ഇവരുടെ ലക്ഷ്യം, ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അൻസിബ ഉണ്ടെങ്കിൽ എവിടെ നിന്നും ഈ പൈസ വാങ്ങിക്കാൻ കഴിയില്ല. അൻസിബ ഉണ്ടെങ്കിൽ ഇവരുടെ ഒരു കളിയും നടക്കത്തില്ല. അൻസിബ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ഒരു ബോധം ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്നെടുത്ത തീരുമാനമാണ് അൻസിബയെ പൂട്ടിക്കുക. പിന്നെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷ്മിപ്രിയ കേസിന് പോയൊരു സംഭവം, അതെന്താണെന്ന് ചില ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ്. അതായത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദ്ഘാടനത്തിനോ അല്ല എവിടെയെങ്കിലും പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അല്ലാതെ എന്ന് പറഞ്ഞാൽ പിന്നീട് വന്നിരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ അൻസിബയെ പൂട്ടാനുള്ള ഒരു തന്ത്രമായിട്ട് ഈ ഭാര്യയും ഭർത്താവും കൂടി നോക്കി. അതിലെന്ന് പറഞ്ഞാൽ അമ്മയിലെ ചില കൂട്ടാളികളും സംഘം ചേർന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ നിലപാടുകാരി ഉണ്ടല്ലോ, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അവിടെയുള്ള മറ്റംഗങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെട്ടിട്ട് ഓടുക ഇതിന് ലക്ഷ്മിപ്രിയൊക്കെ. ലക്ഷ്മിപ്രിയൊന്നും ഇനി ജീവിതത്തിൽ, ഞാൻ പറഞ്ഞല്ലോ അമ്മ സംഘടന എന്ന് പറയുന്ന ആ സംഘടനയിൽ ഇത്രയും വലിയൊരു പ്രശ്നം വന്നത് ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഒരേ ഒരു സ്ത്രീയാണ്. അല്ലാതെ ശ്വേതാ മേനോനോ മറ്റുള്ളവരോ ഒന്നുമല്ല. ഈ സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് ഇവരെല്ലാവരും കൂടിയിട്ട് അൻസിബയാണ്, അൻസിബ ജിഹാദിയാണ്, അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന്. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ചിരി വരുന്നത്. അൻസിബ അമ്പലത്തിൽ വരെ തോന്നിയ ഒരു ചങ്ങായിയാ പോയിട്ട് എന്നിട്ട് പറയുകയാണ് മതം മാറ്റാൻ ശ്രമിച്ചോ എന്ന്. അൻസിബ എവിടെയെങ്കിലും പറഞ്ഞിട്ട് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു തഷ്ടമിട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവർ പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഞാനൊരു മുസ്ലിമാണ്, ഞാൻ മുസ്ലിം മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയായിട്ട് പിന്തുടരുന്നൊന്നുമില്ല. അതായത് അവരെന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസിയാണ്, നിസ്കരിക്കും, ചിലപ്പോൾ ഇതൊക്കെ ചെയ്യും. പക്ഷേ ആ ഒരു വേഷ ഇതിൽ നടക്കണം എന്നൊന്നും അവർ ഒരിക്കലും നടക്കാറുമില്ല. എന്നിട്ടും അവരെ ജിഹാദി എന്ന് വിളിക്കണമെങ്കിൽ ഇവന്മാരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഉടായ്പകൾ നിങ്ങൾ നോക്ക്.
അപ്പൊ ഈ അൻസിബക്ക് കിട്ടുന്ന സ്വീകാര്യത, അതുപോലെ ലാലേട്ടൻ അടക്കം, അതുപോലെ മമ്മൂക്ക അടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻഷിബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ താരമായി വളരുന്നു. ഇവളാണെങ്കിൽ ആകെ അഭിനയിച്ച 3 സിനിമകളോ 4 സിനിമകളാണ്. എന്നിട്ടും എങ്ങനെയാണ് ഇവൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്? ആ ഒരു അസൂയ. അവിടെയുള്ള തലതൊട്ടപ്പന്മാരായ കക്കു ഗിക്കു മിക്കു നക്കു ഗിക്കു ഗൊക്കു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട്. നമ്മളൊക്കെ ഇവരുടെയൊക്കെ പേര് കേൾക്കുന്നത് തന്നെ ഇപ്പോഴാണ്. അതായത് അവിടെ ഉണ്ണി ശിബാലു എന്ന് പറഞ്ഞവൻ ഒരുത്തൻ ഇപ്പോഴിങ്ങനെ ആറാടുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. അവൻ ഇപ്പോഴും 4 ആൾക്കാർ കാണുന്നത് ഇതാണോ ഉണ്ണി ശിബാലു, ഇവൻ ഏത് സിനിമയിലാണ് അഭിനയിച്ചതെന്ന് നമ്മൾ എല്ലാവരെയും സെർച്ച് ചെയ്ത് നോക്കി. പക്ഷെ ഒരു രക്ഷയില്ല. കാരണം ഇവൻ അഭിനയിച്ച സിനിമ അവന് പോലും അറിയില്ല എന്നുള്ളതാണ്. ഏതായാലും നിങ്ങൾ എല്ലാവരും അൻസിബയുടെ ഇൻ്റർവ്യൂ കാണണം. കാരണം അൻസിബയെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ എടുക്കണം. കാരണം കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്, അതുപോലെ തന്നെ കൃത്യമായിട്ടൊരു സംഘടനയെ കൊണ്ടുപോകാൻ കഴിയും. നല്ലൊരു ഭരണകർത്താവ് കൂടിയാണ് അൻസിബ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പോയിട്ട് ഏതോ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാക്കാൻ പോയതല്ല. അവിടെ വോട്ടുണ്ടോ എന്ന് പോലും അറിയാതെയാണ് അവിടെ പോയിട്ട് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാകാൻ പോയത്. അവസാനം എന്തായി? നാറിയിട്ട് വരേണ്ടി വന്നില്ലേ? എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു. ഞാനെങ്കിൽ സ്ഥാനാർത്ഥിയായി, ഞാനെങ്കിൽ MLA ആയി. എന്തൊരു പ്രഹസനമാണ് ഈ സജീദ്. നന്ദി, നമസ്കാരം.